ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ആ സൊല്യൂഷൻ ഒക്കെ അവിടെ ആവുമ്പോ നല്ല നീറ്റിൽ വരും. അപ്പൊ ഇങ്ങനെ അപ്പോഴാണ് ഈ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പറന്നിങ്ങനെ വരും. അപ്പൊ ആ സമയത്ത് ഇതുപോലെ തന്നെ അപ്പൊ ഇവര് ചേട്ടനും ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ എന്നെ ചിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇവരപ്പൊ ചെയ്യാം. അപ്പൊ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെയാണ് ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത്. ഹസ്ബൻഡ് കെയർ ചെയ്യുന്നതാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത് മെയിൻ ആയിട്ട്. ഹസ്ബൻഡ് എന്തോ കല്യാണാലോചനയൊക്കെ വന്നത് നേരത്തെ ഇന്റർവ്യൂവിന് മുമ്പിനോട് പറഞ്ഞു ഹസ്ബൻഡ് കല്യാണാലോചന. ഇപ്പൊ എന്നെ കണ്ട തള്ളയുടെ പോലെ ഉണ്ട്, ഹസ്ബൻഡിനെ കണ്ട ചെറുപ്പം പോലെയാണ്. അപ്പൊ അത് തന്നെ ഹസ്ബൻഡിന് കല്യാണാലോചനകൾ ഇങ്ങനെ. ഹസ്ബൻഡിനെ കാണാൻ ചെറുപ്പം പോലെയാണ്. പക്ഷെ 5ാം ക്ലാസ് മോളുണ്ട്. അങ്ങനെ ആരെങ്കിലും ചേട്ടന്റെ DMs വന്നിട്ടുണ്ടോ കല്യാണം വേറെ കഴിച്ചുകൂടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഇല്ല, എനിക്കൊരു കമന്റ് ആണ് അങ്ങനെ വന്നത്. മിക്കതും വരാറുണ്ട് ഇങ്ങനെ, ഹസ്ബൻഡിന് വേറെ കല്യാണം കഴിച്ചുകൂടെ, ചെറുപ്പമാണല്ലോ, കണ്ട പ്രായം തോന്നൂലല്ലോ. ചേട്ടന് 36, 37 വയസ്സുണ്ട്, എനിക്ക് 30 വയസ്സ്. പക്ഷെ എന്നെ കണ്ട പറയൂല, അമ്മയെന്ന് തോന്നും, ചേച്ചിയാന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞു. നമ്മളൊന്ന് പ്രസവിച്ചത്. അതെ അതെ അതെ, വുമൺ ഹ്യൂമൻ എല്ലാവരുടെയും വിചാരം കല്യാണം കഴിഞ്ഞാലും പെൺകുട്ടികൾ എപ്പോഴും യങ് ആയിട്ട് നിൽക്കണമെന്ന്. പക്ഷെ അവരാരും ആലോചിക്കില്ല, ഒന്ന് പ്രസവിച്ചാണ്, 2 പ്രസവിച്ചാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബോഡി ചേഞ്ച് വരും. ഇങ്ങനെ വേണം ഒരു പെണ്ണിരിക്കാനെന്ന്, നമ്മുടെ ജീവിതം മുഴുക്കെ ഇങ്ങനെ വേണം ഒരു പെണ്ണിരിക്കാന്ന് തിങ്ക് ചെയ്യുന്ന കുറെ ആണുങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ആക്ച്വലി ഉണ്ട്. അപ്പം അവർക്ക് നമുക്കൊന്നും മൈൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ലവ് സ്റ്റോറി? ആക്ച്വലി ലവ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇഷ്ടപ്പെട്ടു, വീട്ടിലെല്ലാത്തും ഓക്കെ. അങ്ങനെ എത്ര നാളായി ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം 2014 15 മോളുണ്ടായി. പിന്നെ ഞാൻ പഠിക്കാൻ ആദ്യം പോയി. പിന്നെ ഒരു ഫസ്റ്റ് ഇയർ പകുതിയൊക്കെ ആയപ്പോഴേക്കും ആണ് ഇത് തുടങ്ങുന്നത്. ഒത്തിരി മേക്കപ്പ് വീഡിയോസ് ഒക്കെ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ അപ്പൊ ആഗ്രഹമുണ്ടോ? ഞാൻ ഈ കോവിഡിന്റെ സമയത്തൊക്കെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്ന കാര്യം ഭയങ്കര താല്പര്യം. അപ്പൊ അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ ഓൺലൈനായിട്ടായിരുന്നല്ലോ ആ സമയത്ത് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ചെന്നൈയിലൊക്കെ ഉള്ള കുറെ ആർട്ടിസ്റ്റുകളുടെ ഈ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായി അങ്ങനെ ചെയ്യണം എന്നുള്ള പരിപാടി. ഒരു ഡ്രീമാണ്. എന്തായാലും കുറച്ച് കണ്ടിന്യൂ ചെയ്യാമല്ലോ. അതെ അതെ അതെ, അതൊക്കെ ഒന്ന് ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വേണം. കാരണം ഇപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ ആയാലും നമുക്ക് അതിനുള്ള ഒരു ഹെൽത്ത് വേണമല്ലോ മെയിൻ ആയിട്ട്. നമ്മൾ ഈ സംഭവം വരുന്ന സമയത്ത് വീട്ടിൽ നമുക്ക് അധികം അങ്ങനെ ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, പുറത്തു പോകാനൊക്കെ. ഞാൻ ആ കൂടെ ഫുഡ് മാത്രം ഉണ്ടാക്കാൻ, അതായത് കറിയൊക്കെ വെക്കുക, അങ്ങനത്തെ പരിപാടി മാത്രം. എനിക്കിങ്ങനെ ഡ്രസ്സ് കലക്കുക, അടിച്ചു വാരുക, അങ്ങനത്തെ ദേഹം അനങ്ങിയിട്ടുള്ള വലിയ പണിയൊന്നും പറ്റൂല. അതായത് നമ്മുടെ ഈ മെയിൻ ആയിട്ട് ഫുൾ ജോയിന്റ്സിലും ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും. മസിൽസിന് ഇൻഫ്ലമേഷൻ ഉണ്ട്. മസിൽസിൽ വരണമെങ്കിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും, അനങ്ങാൻ പറ്റൂല.